കുവൈറ്റിൽ 60 വയസ്സ് കഴിഞ്ഞവരും ബിരുദയോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ നടപടി ഏറെ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത്. പ്രവാസികളെ ആകെ ആശങ്കയിലാഴ്ത്തിയ നടപടി മൂലം നിരവധി പേരാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. ഇതിന് പിന്നാലെ ആശങ്ക പ്രകടിപ്പിച്ചെത്തിയ പ്രവാസികൾക്ക് ആശ്വാസ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കുവൈറ്റിൽ 60 വയസ്സ് കഴിഞ്ഞവരും ബിരുദയോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ ഉത്തരവിന് കാരണക്കാരനായ കുവൈറ്റ് മാൻ പവർ പബ്ലിക് അതോറിറ്റിയുടെ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മൂസയെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതോറിറ്റി ചെയർമാനും വാണിജ്യ വ്യവസായ മന്ത്രിയുമായ അബ്ദുള്ള അൽ സൽമാനാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പരമാവധി 3 മാസത്തേക്ക് വരെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ നടക്കുന്ന അന്വേഷണം അവസാനിക്കുന്നതുവരെയോ ആയിരിക്കും സസ്പെൻഷൻ എന്ന് അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കുവൈറ്റ് ഫത്വ ആൻഡ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിവാദ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തണമെന്ന് മന്ത്രി അബ്ദുള്ള അൽ സൽമാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് സസ്പെൻഷൻ നടത്തിയത്. നിയമപരമായ അധികാരമില്ലാതെ അനാവശ്യ തീരുമാനമെടുത്തത് വഴി കുവൈറ്റ് മന്ത്രിസഭയ്ക്കെതിരായ നിയമ നടപടിക്ക് അവസരം സൃഷ്ടിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഇത്. 60 കഴിഞ്ഞവരുടെ വിസ പുതുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ മാൻ പവർ പബ്ലിക് അതോറിറ്റിയുടെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് ഫത്വ ആൻഡ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി വിധിച്ചതോടെയാണ് അതോറിറ്റി ഡയറക്ടർ ജനറലിനെതിരെ നിയമ നടപടിക്ക് തുടക്കമായത്. പ്രവാസികളുടെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ അതോറിറ്റിക്ക് അധികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ വിസ പുതുക്കി നൽകില്ലെന്ന തീരുമാനം നിയമവിരുദ്ധമാണെന്നുമായിരുന്നു ഫത്വ വകുപ്പിന്റെ നിലപാട്. കൂടാതെ 2000 ദിനാർ ഫീസ് നൽകുന്നവർക്ക് മാത്രം വർക്ക് പെർമിറ്റ് പുതുക്കി നൽകാമെന്ന തീരുമാനവും നിയമപരമായി നിലനിൽക്കില്ലെന്നും ഫത്വ കമ്മിറ്റി വ്യക്തമാക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രവാസി ജനസംഖ്യ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ മാൻ പവർ അതോറിറ്റി ബിരുദമില്ലാത്ത പ്രവാസി ജീവനക്കാരുടെ നിലവിലെ വിസ കാലാവധി കഴിഞ്ഞാൽ പുതുക്കി നൽകേണ്ടതില്ലെന്ന വിവാദ തീരുമാനം കൈക്കൊണ്ടത്. 2018 തൊഴിൽ നിയമത്തിൽ ഭേദഗതി വരുത്തിയായിരുന്നു തീരുമാനം. ഉത്തരവ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇതിനെതിരായ ശക്തമായ എതിർപ്പുകളും ഉയർന്നു വന്നിരുന്നു. നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ 2000 ദിനാർ ഫീസ് ഏർപ്പെടുത്തിയും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയുമാണ് വിസ പുതുക്കാൻ 60 കഴിഞ്ഞവർക്ക് മന്ത്രാലയം അനുമതി നൽകിയത്. ഈ തീരുമാനവും വിവാദമായതോടെയാണ് ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് സ്വീകരിക്കാൻ ഫത്വ കമ്മിറ്റിയെ ക്യാബിനറ്റ് ചുമതലപ്പെടുത്തിയത്. മാൻ പവർ അതോറിറ്റിയുടെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന കമ്മിറ്റിയുടെ തീരുമാനത്തോടെ 60 കഴിഞ്ഞവരും ബിരുദമില്ലാത്തവരുമായ ആളുകളുടെ വിസ പുതുക്കലിന് വീണ്ടും വഴിയൊരുങ്ങിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.